ഫസ്റ്റ് ടൈം ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ ദൂരദർശന് വേണ്ടി ഒരു സീരിയലായിരുന്നു. ചെറുതായിരുന്നപ്പോൾ. അതെ. ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി കുറച്ചുകൂടെ കോൺഷ്യസ് ആവുമല്ലോ. ക്യാമറ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആർട്ട് കുറച്ചുകൂടെ ആളുകൾ നമ്മൾ ചെയ്യുന്നതിൻ്റെ ആർട്ട് ഇപ്പോൾ ഭരതനാട്യം ആണെങ്കിലും അതിൻ്റെ ഒരു ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വരുമ്പോൾ നമ്മൾ റെസ്പോൺസിബിൾ. അത് ശരിക്കും എത്രമാത്രം ആർട്ടിനെ ഇവോൾവ് ആക്കിയിട്ടുണ്ട് മാമിന് ശരിക്കും? എനിക്ക് തോന്നുന്നു എന്നെ സംബന്ധിച്ച് ഇവോൾവിങ് സ്റ്റാർട്ടഡ് ഹാപ്പനിങ് ഞാൻ പഠിപ്പിച്ചു തുടങ്ങിയപ്പോഴാണ്. അതായത് അവിടെ ചെല്ലും അപ്പോഴാണല്ലോ നമുക്ക് കുറച്ചും കൂടെ മറ്റത് നമ്മൾ പെർഫോം ചെയ്യുന്നു, ആളുകളുടെ അഭിപ്രായം നമ്മളിലേക്ക് എത്തുന്നു. മറ്റത് നമ്മൾ കുട്ടികൾ നമ്മുടെ അടുത്ത് നിന്ന് പഠിക്കാൻ വരികയും അവരുടെ ചോദ്യങ്ങൾക്ക് നമ്മൾ കറക്റ്റായിട്ടുള്ള ഉത്തരങ്ങൾ കൊടുക്കേണ്ട ആ ഒരു റെസ്പോൺസിബിലിറ്റി വന്നപ്പോഴാണ് കുറച്ചും കൂടി അതിലേക്ക് ശ്രദ്ധയും എങ്ങനെ ഇവർക്കിത് മനസ്സിലാവുന്ന രീതിയിൽ അവതരിപ്പിക്കാം ഈ കാര്യങ്ങൾ, അങ്ങനത്തെയൊക്കെ ചിന്തകൾ വരുമ്പോഴാണ് ഓട്ടോമാറ്റിക്കലി നമ്മൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും ആ ഒരു ഇവോൾവിങ് ആരംഭിച്ചത്. ശരിക്കും ഫസ്റ്റ് ചലഞ്ച് എന്തായിരുന്നു ആ സമയത്തൊക്കെ ഡാൻസ് സ്കൂൾ? ചാലഞ്ച് ആദ്യത്തെ കുറേ വർഷങ്ങളിൽ പഠന രീതിയുടെ വ്യത്യാസം തന്നെയായിരുന്നു. കാരണം ഇവിടെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ടീച്ചർ എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കണം. അച്ചടക്കം, ആദ്യത്തെ വാക്ക് അച്ചടക്കം, പിന്നെ പരിശ്രമം, അതൊക്കെ തന്നെയാണല്ലോ നമ്മൾ എല്ലാവരും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സ്. പക്ഷെ അവിടുത്തെ ഒരു അപ്രോച്ച് ഫ്രണ്ട്ലി ടീച്ചേഴ്സാണ്. അപ്പം അത് ഒരു വളരെ വലിയൊരു വ്യത്യാസമായിരുന്നു. ഞാൻ അങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റായിട്ട് പഠിപ്പിക്കുന്ന ആളൊന്നും അല്ലെങ്കിൽ തന്നെയും എനിക്കതൊരു വലിയൊരു ഡിഫറൻസ് ആയിരുന്നു. അപ്പോൾ അതൊന്ന് ടോൺ ഡൗൺ ചെയ്യാനായിട്ട്, അതായത് പറയുന്ന രീതിയും കാര്യങ്ങളൊക്കെ. പിന്നെ ബ്ലാങ്ക് സ്ലേറ്റിലാണ് കുട്ടികളെ നമുക്ക് കിട്ടുന്നത്. അതായത് ഇവിടെ ഇപ്പോൾ ഒരു 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ പോലും എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് ബുക്കിലെങ്കിലും ഒരു രാമൻ്റെ അല്ലെങ്കിൽ കൃഷ്ണൻ്റെ അല്ലെങ്കിൽ ഭരതനാട്യത്തിൻ്റെയോ എന്തെങ്കിലും ഉത്സവങ്ങളുടെയോ എന്തിനെ പറ്റിയെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും. പക്ഷെ അവിടുത്തെ കുട്ടികൾക്ക് അങ്ങനെ ഇല്ല. സോ അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം തൊട്ടേ പറഞ്ഞു കൊടുക്കണം. അതായത് ഈ ക്യാരക്ടർ തന്നെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കണം. സോ അത് ഡിഫറെൻ്റ് ആയിരുന്നു എനിക്ക്. അപ്പം ഞാൻ വരയ്ക്കുന്ന ചിത്രമാണ് അവർക്ക് ഓരോ ക്യാരക്ടേഴ്സും, അതായത് ഇപ്പോൾ നമ്മളുടെ മഹാഭാരതത്തിലെ രാമായണത്തിലെ കഥാപാത്രങ്ങൾ തൊട്ട് നമ്മുടെ ഉത്സവങ്ങൾ വരെ, ഓണം വിഷു വരെ ഞാൻ പകർന്നു കൊടുക്കുന്ന ചിത്രമാണ് അവരുടെ മനസ്സിൽ ആദ്യമായിട്ട് പതിയുന്നത്. അതൊരു ഭയങ്കര റെസ്പോൺസിബിലിറ്റി അല്ലേ. ശരി, അവർക്കറിയോ മാം ഇതിലൊരു സ്റ്റാറാണ് മാം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര സെലിബ്രേറ്റഡ് ആർട്ടിസ്റ്റ് ആയിരുന്നു എന്നൊക്കെ ഉള്ളത്? ജോയിൻ ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ ആദ്യത്തെ ആഴ്ച വന്ന് ജോയിൻ ചെയ്യും, അടുത്ത ആഴ്ച വരുമ്പോൾ പറയും ഞങ്ങൾ കണ്ടു മിസ് ദിവ്യ, വി സോ യു ഓൺ യൂട്യൂബ്, വി സോ യു വെർ ഇൻ മൂവീസ് എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അവരുടെ പാരൻസിന് അത് കുറച്ചുകൂടെ അവരുടെ പേരൻസിന് അറിയാം. അപ്പോൾ ഇവര് ആദ്യത്തെ ക്ലാസ്സിൽ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇൻട്രോ കൊടുത്തിട്ട് കൊണ്ടുപോകും. പിന്നെ എന്നെ കണ്ടു കഴിഞ്ഞിട്ട് തിരിച്ചു പോയിട്ട് അവര് കുറച്ചും കൂടെയൊക്കെ നോളജ്, ഇതാണ് ടീച്ചർ ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പൊ പിന്നെ തിരിച്ചു വന്നിട്ട് പറയും ഞങ്ങൾ കണ്ടു ടീച്ചറിനെ എന്നൊക്കെ പറയും.